വിശേഷണാഭ്യാം ആനന്ദബാഷ്പകുലഗോത്രമഗദ്ഗദാത്ര തുഷ്ടാവദൃഷ്ടിമകരന്തര സംഭവന്തം ദേവപ്രസീദ പരപുരുഷാവഹൈ നിർലോകിതാതസമയത്രകലാവിലാസിൻ വേദാനപാകുരു കൃപാകുരു വികടാക്ഷൈ ഇത്യാദി നമ്മുടെ നാരായണീയ സമിതിയുടെ ഔദ്യോഗികമായിട്ടുള്ള രജിസ്ട്രേഷനാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരിൽ ഒക്ടോബർ 5 മുതൽ 11 വരെ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ വൈകുണ്ഠാമൃതം എന്ന പേരിൽ നാരായണീയ മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള നാരായണീയ സമിതികൾ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു യജ്ഞം അതാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ 708 കൂടെ പറഞ്ഞു, നമ്മുടെ നമ്പർ പറഞ്ഞു, 708ാമത്തെ സമിതിയാണ് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ആയിട്ടുള്ളത്. ഈ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി വർഷത്തിലൊരു തവണ ഒരു ജില്ലയിൽ ഒരു പ്രോഗ്രാമാണ് സംഘടിപ്പിക്കാറ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പരിപാടി ഗുരുവായൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാവുന്ന സമിതികളുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത സമിതികൾക്ക് മാത്രമേ അതിൽ വായിക്കാനുള്ള ഒരു അവസരമുള്ളൂ, അതിലെ മെമ്പർമാർക്കും അതിലെ ആചാര്യന്മാർക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്.
ഈ നാരായണീയം ചൊല്ലിയിട്ടുണ്ടായിട്ടുള്ള അവനവൻ്റെ മാറ്റങ്ങൾ, വ്യക്തിപരമായ മാറ്റങ്ങൾ പറയാൻ നിരവധി ആൾക്കാർക്ക് കാര്യങ്ങളുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. അങ്ങനെ തന്നെയാണല്ലോ അത് പ്രചരിക്കപ്പെട്ടത്. ഇത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ രോഗം വാദമായിരുന്നു അല്ലേ? അന്ന് വേറെ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മനസ്സിനെ അലട്ടുന്നൊരു രോഗമായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമല്ല. ഇന്ന് വേറെ രോഗങ്ങൾ കടന്നു പോകും. ഒരുപാട് കാര്യങ്ങൾ വളർന്ന് പന്തലിച്ചു, പക്ഷെ ഗുണമൊന്നുമില്ല. കാരണം അതൊക്കെ പേരിനെ ഒന്നുകിൽ തണുപ്പിച്ച് നിർത്തും അല്ലെങ്കിൽ ചൂടാക്കി നിർത്തും. അത്ര പരിഹാരമില്ല. നാരായണി അതല്ല. നാരായണി കൊണ്ട് പരിഹാരം കണ്ടു എന്ന് പറയാൻ ആൾക്കാരുണ്ട്. നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സുഖമുണ്ട്. നമ്മളിവിടെ പാരായണം ചെയ്തു. ഇതിപ്പോൾ മൈക്കിലാണെങ്കിൽ കുറച്ച് പേരും കൂടെ ഇത് കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ ശരികളിലേക്ക് ഇത് പോകും. എന്തോ കേട്ടുമെന്നിരിക്കട്ടെ, എന്നാലും ഈ അക്ഷരങ്ങളുടെ ശക്തി ശരിക്കും ശിരകളിലേക്ക് ഒന്നും അറിയാത്ത ആളുടെ കയ്യിലേക്ക് പോകും. മാറ്റി വെക്കുന്ന ആളുണ്ടെങ്കിൽ ഇത് കേട്ടാൽ മതി, അവിടെ ഒരു സുഖം ഉണ്ടാവും. അപ്പം ഇതിന് അത്രമാത്രം ശക്തി ഉള്ളതാണ് ഓരോ അക്ഷരങ്ങളിൽ. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ കോർത്തിണക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം നാരായണി. അപ്പം ഇത് അതിൻ്റെ എത്രത്തോളം കാതലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വിവരിച്ചാൽ കഴിയും. ഒരു കാര്യം ചോദിച്ചു, നാരായണൻ വെറുതെ പാരായണം ചെയ്ത് പോയാൽ മതിയോ? അർത്ഥം പറഞ്ഞു കൊടുക്കട്ടെ. അത് പൂർണ്ണമായിട്ട് അർത്ഥം പറഞ്ഞിട്ട് ചെയ്തു വിടരുത്. പൂർണ്ണമായ അർത്ഥം പറയാൻ ദിവസങ്ങളാണ്. ഒരു ദശകം എടുത്താൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. അത്രത്തോളം ഉണ്ട്. ആ നിലയ്ക്ക് ഞാൻ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഭേദം വന്നു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, നാരായണീയ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട്, അതെല്ലാ ദിവസവും വായിച്ചോളൂ. 43-ാമത്തെ ദശകം വായിച്ചാൽ വാതരോഗം മാറും എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ അതിലേക്കൊരു ജ്വരം വന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറകിൽ ഇത് പഠിപ്പിക്കണ ആരെങ്കിലും കിട്ടണ്ടേ? എനിക്കൊന്നും വായിക്കാൻ തന്നെ മര്യാദയ്ക്ക് കിട്ടണമില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഒരു 2-3 കിലോമീറ്റർ അപ്പുറം ഒരു പാർട്ടി പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവിടെ പോയി അത് പഠിച്ച്, അതിൻ്റെ ഇടയ്ക്ക് ചിന്മയ മിഷനിൽ ഞാൻ വേദാന്തം പഠിച്ചു. അപ്പോൾ വേദാന്തം പഠിച്ചപ്പോൾ അവിടെ നാരായണീയോ അവരെടുത്തു തന്നു. അപ്പോൾ അതുകൊണ്ട് നാരായണീയത്തിൽ ഇത്തിരി ചെറിയൊരു അറിവൊക്കെ കിട്ടാൻ തുടങ്ങി എനിക്ക്. അത് പിന്നെ ദിവസവും വായിക്കില്ല. അപ്പോൾ 43-ാം ദശകമാണ് വായിക്കാൻ എന്നോട് ഒരു ലേഡി പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ദിവസവും അത് വായിക്കുന്നു. അത് തന്നെത്താൻ അത് ചൊല്ലി ഇപ്പം അത് കാണാതെയായി. ഇപ്പോൾ കാണാതെ ചൊല്ലാൻ പറ്റും എനിക്ക്. അങ്ങനെ ഞാൻ ദിവസവും ചൊല്ലും. നാരായണീയ എന്ന് പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി എങ്ങനെയാണ് പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് എല്ലാം നാരായണീയ എന്ന് പോലെയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. ഞാൻ എൻ്റെ ആചാര്യക്കും നന്ദി